നമസ്കാരം, സോഴ്സാറാണ്. അങ്ങനെ നമ്മുടെ കേരളത്തിന്റെ സ്വന്തം എൻട്രൻസ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് ബി.ഫാം ആർക്കിടെക്ട് കീം 2025 എല്ലാ ഡീറ്റെയിൽസും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വർഷം ഇത്തിരി നേരത്തെയാണ് കാര്യങ്ങളുടെ പോക്കം തോന്നുന്നത് കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്, ലാസ്റ്റ് ഡേറ്റ്, എല്ലാ കാര്യങ്ങളും ഇതിനുള്ളിലുണ്ട്. പടിപടിയായിട്ട് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടേണ്ടത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എല്ലാം കൂടെ ഒറ്റ വീഡിയോ തന്നു കഴിഞ്ഞാൽ ബോറാണ്. ഇപ്പൊ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. ആപ്ലിക്കേഷൻ ഏത് സൈറ്റിലാണ് കയറി കൊടുക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നീട് അതിനോടനുബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും, ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം ഈ ചാനലിൽ കറക്റ്റായിട്ട് തുടർച്ചയായിട്ട് കിട്ടും. എല്ലാവരും ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക, എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തായാലും നോക്കിക്കേ, ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഡേറ്റ് 20. ഓക്കെ, ഈ മാസം 20-ാം തീയതി തുടങ്ങി 10/3/2025 മീൻസ് അടുത്ത മാസം മാർച്ച് 10-ാം തീയതി വരെ പറ്റും. ഓക്കെ, 5 മണി വരെ. ഇതാണ് അപ്പോൾ ഡേറ്റ് തന്നെ നോക്കിക്കോ, സ്റ്റാർട്ടായി കഴിഞ്ഞു എന്നർത്ഥം. 20-ാം തീയതി തുടങ്ങി 10-ാം തീയതി തീരുകയാണ്. ഏകദേശം ഒരു 20 ദിവസം നമുക്ക് ഉണ്ട്. നെക്സ്റ്റ്, നമുക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് 15/3 കേട്ടോ. അതിന് വേണ്ട ഡോക്യുമെന്റ്സുകളൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ. നെക്സ്റ്റ്, അഡ്മിറ്റ് കാർഡ്സ് നിങ്ങൾക്ക് 10/4/2025 മുതൽ കിട്ടി തുടങ്ങും. ഓക്കെ, എന്ന് പറയുന്നത് ഏപ്രിൽ മാസമാണ്. ഈ എക്സാം ഡേറ്റ് ആണ് ഈ വർഷം ഏറ്റവും പ്രത്യേകത. 22/4/2025 30/4/2028 വരെയുള്ളൂ. മറ്റു രണ്ട് കാര്യങ്ങൾ ഒരു പ്രത്യേകത ഉള്ളതാണ്. 28 വരെ കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ 22 തൊട്ട് 30 വരെ ഉള്ളതാണ്. ഇതിന്റെ കഴിഞ്ഞ വർഷം ഇത് ഏകദേശം മെയിലോട്ട് നീണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഓൺലൈൻ എൻട്രൻസ് എക്സാം ആണ്, അതുകൊണ്ട് സാധാരണ പോലത്തെ അല്ല. അപ്പോൾ അത് പല ദിവസങ്ങളിലായിട്ടായിരിക്കും നടക്കുന്നത്, പല എക്സാംസുകളായിരിക്കും. ക്വസ്റ്റൻ ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. എല്ലാവർക്കും കൂടെ ഒറ്റ ക്വസ്റ്റൻ അല്ല എന്നർത്ഥം. ഓരോ സെഷൻകാർക്ക് ഓരോ ക്വസ്റ്റൻ പേപ്പറാണ്. നെക്സ്റ്റ് ടൈം റിപ്പോർട്ടിംഗ് നടത്തേണ്ടത് 12 മണിക്കാണ്. എൻട്രി എക്സാമിനേഷൻ ഹാൾ 1:30 നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ കയറണം. മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരുന്നതിന് 1:45 സ്റ്റാർട്ട് ചെയ്യും. ലാസ്റ്റ് എൻട്രി ആർക്കെങ്കിലും ഇനി ലേറ്റ് ആയിട്ട് വന്നാൽ 1:50 വരെ കുഴപ്പമില്ല, കയറാം. ഈ എക്സാം 2 മണി തൊട്ട് 5 മണി വരെയാണ് എല്ലാ ദിവസങ്ങളിലും. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം എന്നർത്ഥം. ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക് അപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല. നെക്സ്റ്റ്, ഫീസിന്റെ സ്ട്രക്ചർ ആണ്. ബിടെക് ഉള്ളി ഓർ ബി.ഫാം ഉള്ളി 875 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക്. അവിടെ SC-ക്ക് 375, ST-ക്ക് 0 ആണ്. ഇവിടെ ST-ക്ക് 0 ആണ് കേട്ടോ. നമുക്ക് ആപ്ലിക്കേഷൻ ഫീസേ ഇല്ല. SC-ക്ക് ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. ഇനിയും അപ്പൊ ഇത് ബിടെക് ഉള്ളിയാണ് കേട്ടോ. ബി.ഫാം ഉള്ളി ഏതെങ്കിലും ഒന്നിന് 875. ഇത് രണ്ടുകൂടെ വേണമെന്നുള്ളവർക്ക് 1125 രൂപ അടയ്ക്കണം. നെക്സ്റ്റ്, ആർക്കിടെക്ട് മാത്രമാണെങ്കിൽ 625 രൂപയാണ്. അവിടെ SC-ക്ക് 250 ആണ്, ഇവിടെ 500 കേട്ടോ. ഞാൻ ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ്, ബിടെക് ആൻഡ് ബി.ആർക്ക്, ബിടെക്കും ബി.ആർക്ക് കൂടെ വേണമെങ്കിൽ 1125. അത് SC-ക്ക് 500 ആണ്. ഇവിടെ ഉണ്ട് ബോത്ത്. ഇത് രണ്ടും കൂടെ വേണ്ടവർക്ക് 1125. അതുപോലെ ബിടെക്കും ആർക്കിടെക്റ്റും കൂടെ വേണ്ടവർക്ക് 1125. ബിടെക് പ്ലസ് ബി.ഫാം പ്ലസ് ബി.ആർക്ക് മൂന്നും കൂടി വേണ്ടവർക്ക് 1300 ആണ്. അവിടെ SC-ക്ക് 1525. ഇവിടെ നിന്ന് ST-ക്ക് 0 ആണ് കേട്ടോ. നെക്സ്റ്റ്, ഗൾഫിലുള്ളവരുടെ കാര്യം എന്താ പറയാനാ, എനിക്കത് അവിടെ ഒത്തിരി ശമ്പളം കിട്ടുന്നൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും കേട്ടോ. 15,000 രൂപയാണ് നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഫീ. ഇത്രയും ചേർത്താണ് അവിടെ നിന്ന് അടയ്ക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഏകദേശം നിങ്ങൾക്കൊരു ഫസ്റ്റ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതും കാര്യങ്ങളും എല്ലാം എവിടെയാണെന്നുള്ളത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് നോക്കി ആപ്ലിക്കേഷൻ സൈറ്റ് ഇവിടെ കയറി അങ്ങോട്ട് കൊടുക്കുക. എല്ലാം ദൈവങ്ങളെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഒരു നല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ കിട്ടിയാൽ അത് തന്നെ മക്കളെ ഏറ്റവും വലിയ ഭാഗ്യം. പക്ഷെ നല്ല എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതാണെന്നല്ലേ, അതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ, ഏത് എഞ്ചിനീയറിംഗ് കോളേജസുകൾ, നിങ്ങൾക്ക് ഇതിനോട് എത്ര ടോട്ടൽ എഞ്ചിനീയറിംഗ് കോളേജ്, എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ കൂടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. കറക്റ്റായിട്ട് എല്ലാവരും മാക്സിമം ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് വരുന്ന എല്ലാ വീഡിയോസുകളും കണ്ട് കാര്യങ്ങൾ വേണ്ട നിങ്ങളൊന്ന് മാർക്ക് ചെയ്തിട്ട് വേണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ സെഷൻ കഴിയാണ്. അപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉടൻ തന്നെ നിങ്ങൾക്ക് എത്തിച്ചിരിക്കും. അപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ ബെസ്റ്റ് വിഷസ്, ഗുഡ് ബൈ.